ഹലോ എവരി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LGSൻ്റെ രണ്ടാം ഘട്ട ചോദ്യപേപ്പറാണ്. അതായത് നവംബർ 23 നടന്ന ചോദ്യപേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ഇതിലെ പ്രസ്താവന 2ഉം 4ഉമാണ് ശരി. 2ഉം 4ഉം. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ഇത് 9ാം ക്ലാസ് SCRT 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. പോർട്ടൽ സിര, ഹെപ്പാറ്റിക് സിര എന്നീ സിരകളുടെ ഫംഗ്ഷനുകളും അതിൽ പറയുന്നുണ്ട്. പോർട്ടൽ സിരകൾ. ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിന് ഉദാഹരണമാണ്. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഏത് സിരയാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിര. ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിന് ഉദാഹരണമാണ്. ഇനി നമുക്കതിൻ്റെ ഒരു പിക്ചർ നോക്കാം. അതായത് പോർട്ടൽ സിര. പോഷക ഘടകങ്ങൾ വില്ലസിലെ രക്തലോമികകളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളിലെത്തുന്നു. നോക്കാം, പോഷകഘടകങ്ങൾ കണ്ട വില്ലസിലെ രക്തലോമികകളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളിലെത്തുന്നു. ഇനി ഹെപ്പാറ്റിക് സിര എന്താ ചെയ്യുന്നത്? കരളിൽ നിന്നും പോഷകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലെത്തുന്നു. കരളിൽ നിന്നും പോഷകങ്ങൾ അടങ്ങിയ രക്തം എന്താ ചെയ്യണേ? ഹെപ്പാറ്റിക് സിര. കണ്ടോ, ഈ ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലേക്ക് എത്തുന്നു. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരാണ് ആൻസർ. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ആസാമാണ്. ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? നാഗാലാൻഡ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി? കർസാപ്പാണ് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? നെഗ്ലേറിയ ഫൗലേറി. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? അമൃതമാണ്. അമൃതം എന്ത് പദ്ധതിയാണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും. രോഗനിർണയം ചെയ്യും, സൗജന്യമായിട്ട് ചികിത്സയും ഉണ്ടാകും.
ചികിത്സയും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃതം പദ്ധതി. 30 വയസ്സിനുമേൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതി അനുസരിച്ച് 30 വയസ്സിനുമേൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം. ഇനി ആർദ്രം പദ്ധതി എന്താണ്? ആർദ്രം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ മികച്ച ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഇനി നമുക്കുള്ളത് ഒരു അഭയ എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അഭയ പദ്ധതിയിൽ നിന്ന് നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയമല്ല അഭയ പദ്ധതി. അടുത്തത് ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? പ്ലൂറയാണ്. പ്ലൂറ ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരമാണ് പ്ലൂര. ശ്ലേഷ്മസ്തരം കോശങ്ങളെ സംരക്ഷിക്കുന്ന സ്തരമാണ് ശ്ലേഷ്മസ്തരം. ഇനി പെരികാർഡിയം ഏതാണ്? ഹൃദയത്തെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പെരികാർഡിയം. കൺജക്റ്റൈവ കണ്ണിലെ സൂക്ഷ്മസ്തരമാണ് കൺജക്റ്റൈവ. പ്ലൂര ശ്വാസകോശം. ഇനി 2023 രസതന്ത്ര നോബൽ സമ്മാനം. 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചത്? രസതന്ത്രത്തിൽ 3 പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ് ലഭിച്ചത്? അലക്സി എക്കിമോവ്, ലൂയിസ് ഇ ബ്രൂസ്, മൗങ്കി ബാവണ്ടി, അലക്സി എക്കിമോവ്, ലൂയിസ് ഇ ബ്രൂസ്, മൗങ്കി ബാവണ്ടി എന്നിവർക്കാണ് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. രസതന്ത്രത്തിൽ നോബൽ സമ്മാനം എന്തിനാണ് ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനും. എന്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം അലക്സി എക്കിമോവിനും ലൂയിസ് ഇ ബ്രൂസിനും മൗങ്കി ബാവണ്ടിക്കും ലഭിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? പ്രോട്ടോസോവ രോഗം ഏതാണ്? മലമ്പനി. ക്ഷയം ഏതാണ്? ബാക്ടീരിയ. ക്ഷയവും എലിപ്പനിയും ബാക്ടീരിയ രോഗങ്ങളാണ്. എയ്ഡ്സ് എന്താണ്? വൈറസ്. എയ്ഡ്സ് പരത്തുന്നത് വൈറസ്. എലിപ്പനിയും ക്ഷയവും ബാക്ടീരിയ എലിപ്പനിയും ക്ഷയവും ബാക്ടീരിയ പടർത്തുന്ന രോഗങ്ങളാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ക്ഷയവും എലിപ്പനിയും മലമ്പനി പ്രോട്ടോസോവ മൂലവും. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജനാണ്. ഫൈബ്രിനോജനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഇനി ആൽബുമിൻ എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. അടുത്തത് എന്താ? ഗ്ലോബുലിൻ എന്താ? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ആൽബുമിൻ എന്താണ്? രക്തസമ്മർദ്ദത്തിന്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജനാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജിൻ. ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന
ഉപയോഗിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഗ്ലോബുലിൻ എന്താണ്? രോഗപ്രതിരോധത്തിനുള്ള പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഇത് മൂന്നും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? കരളാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ഫൈബ്രിനോജിൻ, ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ. ഇനി കെരാട്ടിൻ എന്താ? കെരാട്ടിൻ മുടിക്കും സ്കിന്നിനുമൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? EEG. പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപം ഏതാണ്? രാസോർജം. രാസോർജമായിട്ടാണ് പദാർത്ഥങ്ങളിൽ ഊർജ്ജമുള്ളത്. രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. അത് ശരിയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. ശരിയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. അതും ശരിയാണ്. എല്ലാം ശരിയാണ്. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അത് ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. അതും തെറ്റാണ്. മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 2 മാത്രമാണ് ശരി. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം നമ്മൾ മോക്ക് ടെസ്റ്റുകളിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം.